ഭയങ്കര സമയം അതിന്റെ അടിച്ച സാധനം അടിപൊളിയില്ല എന്ത് രസമാണ് കുടിച്ച് കുടിച്ചിട്ടു അറിയുന്നില്ല പോയി തീരുന്ന. അയ്യോ എൻ്റെ ദൈവമേ. മനോജേ എങ്കിൽ നമുക്ക് നാളെ കാണാം. പണി കഴിഞ്ഞ് നേരെ ആൾത്തറയിൽ വരണേ. മറക്കരുത്. അമ്മേ, പുറത്ത് കാറ് കിടക്കുന്നുണ്ടല്ലോ. കുഞ്ഞോള് കളിയിലും വന്നിട്ടുണ്ടല്ലേ? ആ അതെ മോനെ. എനിക്കൊരു മാറ്റില്ലല്ലോ. കുടിച്ച് 4 കാലിൽ വന്നേക്കണു. എൻ്റെ ഏട്ടന് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്കറിയാൻ പാടില്ലേ? ഞങ്ങൾ പോയ ശേഷം നിനക്ക് വന്നാൽ മതിയായിരുന്നു. അല്ലേലും നിന്റെ എഞ്ചിനീയർ ചേട്ടൻ എന്നെ പിടിക്കില്ലല്ലോ. ദേ, അവരൊന്നും നിങ്ങളെ പോലെയല്ല, ഇച്ചിരി നിലവിലുള്ള ഫാമിലിയാ. മോളെ, നിനക്ക് ഈ നിലയും വിലയും ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാവോ? നിന്നെ പഠിപ്പിച്ചതും നിന്നെ കെട്ടിച്ചു വിട്ടതും എങ്ങനെയാണെന്ന് നിനക്കറിയാവോ? അതെല്ലാം പോട്ടെ, നീ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടോ? നിനക്ക് നമ്മുടെ അച്ഛനെ ഓർമ്മയുണ്ടോ? എന്നാൽ എനിക്കറിയാം. നമ്മുടെ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മൾ 3 പേരും പട്ടിണി കിടക്കുമെന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ പണിക്കിറങ്ങി. എൻ്റെ 12ാമത്തെ വയസ്സിൽ പാറമടയിലായിരുന്നു എൻ്റെ പണി. കല്ല് ചുവന്ന് എൻ്റെ കൈയെല്ലാം പൊട്ടി ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞ നീ പെക്കടിക്കാൻ തുടങ്ങി, പിന്നെ വേദനയെല്ലാം മാറുമെന്ന്. അന്ന് തുടങ്ങിയ ചേട്ടൻ്റെ ഈ കല്ലുകൂടിയും കഷ്ടപ്പാട്. ഞാൻ എൻ്റെ കൂട്ടുകാരൊപ്പം എങ്ങും പോയിട്ടില്ല, നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടില്ല, നല്ലൊരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ പെങ്ങളും എൻ്റെ അമ്മയും അന്തസ്സായിട്ട് ജീവിക്കണം മാത്രമേ ഒരു ചിന്തയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കല്ലുകൂടിയ ആർക്കും വേണ്ടാത്തത്.